സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടവനെ എന്തിന് മത്സ്യം വിഴുങ്ങി? യോന ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയിട്ട് കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്നുറങ്ങി. അവർ തണ്ടു വലിച്ചിട്ടും അവരുടെ ചരക്കുകൾ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്ന് കണ്ട് അവർ അവരവരുടെ ദേവനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന യോനയെയും അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ശരിക്കും കപ്പലിനകത്ത് യോനയെ അന്യദേവന്മാരെ സേവിക്കുന്നവർ തട്ടി വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. അപ്പം യോന ശരിക്കും അതറിഞ്ഞ് അവരെ സത്യദൈവത്തെ ആരാധിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിക്കാനല്ലേ ഒരു പ്രവാചകൻ തുനിയേണ്ടത്? ശരിക്കും യോനയല്ലേ ഇവരെ പ്രാർത്ഥിക്കാനും സത്യദൈവത്തിങ്കിലേക്ക് തിരിക്കാനും ശ്രമിക്കേണ്ടത്? ഒരു കപ്പലിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു ഭവനത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു സമൂഹത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു കൂട്ടായ്മയ്ക്കകത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു അഭിഷക്തൻ അതിനകത്തുണ്ടെങ്കിൽ, ഒരു പ്രവാചകൻ അതിനകത്തുണ്ടെങ്കിൽ, ഒരു ദൈവവൈതൽ അതിനകത്തുണ്ടെങ്കിൽ ആ വ്യക്തി ഉറങ്ങുകയല്ല, ആ വ്യക്തി ഉണർന്നിരുന്ന് മറ്റുള്ളവരെയും കൂടെ പ്രാർത്ഥിക്കാൻ ഉണർത്തുകയാണ് വേണ്ടത്. അങ്ങനെ യോനയെയും കൂടെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ടും മാറ്റം ഉണ്ടാകുന്നില്ലെന്ന് കണ്ടിട്ട് ആര് കാരണം ഈ പ്രതിസന്ധി ഉണ്ടായി എന്നറിയാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, യാത്ര ചെയ്യുന്നതിൽ ആരോ ഒരാളിൽ വന്ന തെറ്റിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കോപമാണിതെന്ന് തിരിച്ചറിഞ്ഞാണ് അവർ ചീട്ടിടുന്നത്. ചീട്ട് യോനയ്ക്ക് വീണു. യോനയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ യോനയോട് കാര്യാദികൾ തിരക്കിയപ്പോൾ താൻ സത്യദൈവത്തെ സേവിക്കുന്നവനാണെന്നും പ്രവാചകനാണെന്നും അനുസരണക്കേട് കാട്ടിയിട്ട് ഇതിനകത്തു കയറിയതാണെന്നും അവർ തിരിച്ചറിഞ്ഞു. അവർ തന്നെ യോനയോട് ചോദിക്കുന്നു, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ, ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യോനയുടെ മറുപടി, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി, നിങ്ങളുടെ കപ്പൽ സുഗമമായ യാത്രയിലാകും, ഈ പ്രതിസന്ധി അവസാനിക്കും. അപ്പോൾ യോനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അനുസരണക്കേട് കാട്ടി ഞാൻ ഈ കപ്പലിൽ ഉള്ളിടത്തോളം, ദൈവത്തെ മറുതലിച്ച് ഞാൻ ഈ കപ്പലിൽ ഉള്ള കാലത്തോളം ഈ കപ്പൽ ആടി ഉലയുകയും പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഞാൻ പുറത്തു പോയെങ്കിലേ ഇതിനകത്തൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുന്നെങ്കിൽ ദൈവത്തെ അനുസരിച്ച് നിൽക്കുക. ആ കൂട്ടായ്മ ബന്ധത്തിനകത്തുള്ളവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പാപവും അനുസരണക്കേടും നമ്മളിൽ ഉണ്ടാകാതിരിക്കുക. അപ്പൊ യോന പറഞ്ഞു, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ ഈ പ്രതിസന്ധി അവസാനിക്കും. നമ്മുടെ മാനസാന്തരമില്ലായ്മ, നമ്മുടെ മടങ്ങിവരവില്ലായ്മ, നമ്മുടെ തെറ്റ്, നമ്മുടെ പാപം മറച്ചു വെച്ച് ഒരു കപ്പലിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ നല്ലത് നാം വെള്ളത്തിൽ വീണു പോകുന്നതാണ്. യോനയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി അവിടെ വന്നു. ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി അവിടെ എത്തി യോനയെ വിഴുങ്ങി. എന്തിനാണ് യോനയെ വിഴുങ്ങിയത്? ശരിക്കും വെള്ളത്തിലേക്ക് യോന വീഴുന്നത് മാനസാന്തരപ്പെട്ടിട്ടാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും നിനവയിലെ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നിങ്ങളുടെ പാപം വലുതാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന ദൂത് പറയാൻ ശ്രമിക്കും. അതാണ് മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം. എവിടെ വീണുപോയോ അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിങ്കിലേക്ക് നടക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഏത് കാര്യം ചെയ്യാതെ പുറകോട്ട് മാറിയോ ആ കാര്യം ദൈവകൃപയോടെ ചെയ്യുന്നതിനെയാണ് മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത്. യോന മാനസാന്തരപ്പെട്ടെങ്കിൽ യോന ഉടനെ ചെയ്യേണ്ടത് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് നിനവയിലേക്ക് സഞ്ചരിക്കുക. പകരം യോന മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ചെയ്യുന്നത്, ആ വെള്ളത്തിൽ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് തന്നെ എറിഞ്ഞ കപ്പലിൽ കയറിയില്ലെങ്കിലും താൻ നീതിമാനെന്ന് ചമഞ്ഞ് മറ്റേതെങ്കിലും കപ്പലിൽ കയറി താൻ അതിലും ദൈവത്തോട് ഒളിച്ച് ജീവിക്കാൻ, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് യോനെ മത്സ്യം വിഴുങ്ങിയത്. ഒരു പ്രതിസന്ധിക്കകത്തൂടെ ദൈവം നമ്മെ കടത്തി വിട്ടിട്ടും നമുക്ക് മാനസാന്തരം വരാതിരിക്കുന്നത് കൊണ്ടാണ് നാം പലതിൻ്റെ അകത്ത് വിഴുങ്ങിപ്പോകുന്നത്, പലതിനെയും ഇടയിൽ നാം ആയിപ്പോകുന്നത്.
ദൈവം ഒരു പ്രതിസന്ധിക്ക് അകത്തൂടെ നമ്മെ കയറ്റി വിട്ടിട്ടും നമുക്ക് മാനസാന്തരം വരുന്നില്ലെങ്കിൽ അടുത്തൊരു പ്രതിസന്ധിയിലേക്ക് കയറുകയാണ്. എന്തിനാണ് യോനയെ മത്സ്യം വിഴുങ്ങിയത്? മാനസാന്തരത്തിൻ്റെ അടുത്ത പടിയിലേക്ക്, ഒരു പ്രാർത്ഥനയിലേക്ക്, കണ്ണുനീരിലേക്ക്, അതിനകത്തൂടെ വരാനാണ് ദൈവം യോനയെ വിഴുങ്ങാൻ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയത്. നമുക്ക് മാനസാന്തരപ്പെടാം. ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടിട്ടും നാം ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വന്നിട്ടും മാനസാന്തരത്തിനിട തേടാൻ നിൽക്കുകയാണെങ്കിൽ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനും മനം തിരിയാനുമുള്ള അടുത്ത പടിയിലേക്ക് ദൈവം നമ്മെ കയറ്റും. അതിനിട നൽകാതെ വന്നുപോയ പരീക്ഷണത്തിനകത്തൂടെ തന്നെ മാനസാന്തരത്തിൻ്റെ വഴി തേടാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.